എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മ ഈശോയിലേക്കുള്ള കുറുക്കുവഴിയാണ്. ഈ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയിലെത്തിയ വിശുദ്ധരും നിരവധിയാണ്. ജീവിത വഴിത്താരയിൽ വിരാജിതമായ സ്നേഹമയീഭാവത്തിൻ്റെ തീഷ്ണത എത്രയും ഊഷ്മളതയുള്ളത് എന്ന് കാണിച്ചു തരുന്നു ഈ മാതൃഭാവം. അമ്മയുടെ താരാട്ട് പോലെ സ്വരമാധുര്യമൂറുന്ന മുഹൂർത്തങ്ങളിലൂടെ തന്നെ പിച്ചവെച്ച് നടത്തിയ ആ വലിയ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവത്തിൽ ആനന്ദം കണ്ടെത്തി ഈശോയിൽ ഒന്നാകുന്നവർ നിരവധിയുണ്ട്. എറണാകുളം ജില്ലയിലെ വരാപ്പുഴ സെന്റ് ജോർജ് പുത്തമ്പള്ളി ഇടവകാംഗമായ ജോർജ് ജോസഫ് തൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ കരുണാർദ്രമായ ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അന്ധകാരാർദ്രമായ പഴയ കാലഘട്ടത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പുത്തൻ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴി നയിച്ച അനുഭവം അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. തങ്ങളുടെ ജീവിതത്തിലുടനീളം ചെറുതും വലുതുമായ അനേകം കാര്യങ്ങളിൽ ആ മാതൃസഹായഹസ്തം ദർശിച്ചതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ജോർജ്. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അനേക ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞിട്ടുണ്ട്. കുറേ സംശയങ്ങൾ, അതുപോലെ തന്നെ യൂണിറ്ററി ഫെയ്ത്തിൽ നിന്നും മറ്റ് സെക്ടേഴ്സിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് ഒത്തിരി ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെന്തിനാ ഇതിൽ ഇങ്ങനെ വിശ്വസിക്കുന്നത്? മാതാവൊന്നുമില്ല, അതൊക്കെ വെറും ഒരു വിഗ്രഹം മാത്രമാണ്, അതിൽ അങ്ങനെ നമ്മൾ ആരാധിക്കാൻ പാടില്ല, അതിനെ വണങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു സംശയങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുണ്ടോ അതോ ഇങ്ങനെ തോന്നലാണോ? പണ്ട് തൊട്ട് ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു ചെന്നിട്ടുണ്ടെങ്കിലും ഒരു എൻജിനീയർ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിയിൽ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ സംശയങ്ങളുള്ളിൽ വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിൽ എന്തെങ്കിലും അങ്ങൊന്ന് ബോധ്യമാക്കി തരണേ എന്ന് പറഞ്ഞപ്പോഴേ ഈശോ എനിക്കൊരു വചനം കാണിച്ചു തന്നതാണ് ഉത്തമഗീതം 8-ാം അധ്യായത്തിൽ 2-ാം വചനം. അതിലിങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക്, എന്നെ വഹിച്ചവളുടെ അറയിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ഈശോ തന്നെ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു അമ്മയുണ്ട്, ഞാൻ എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അത് വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു ഈശോയുടെ തന്നെ. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതിന് വലിയൊരു വെളിപ്പെടുത്തലാണ്. അതിനുശേഷം എനിക്ക് M.Tech പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷേ പഠിക്കാനൊന്നും കയ്യിൽ പൈസയൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊന്തവലിയൊക്കെ പ്രാർത്ഥിച്ച് ഒരു വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് വഴികളൊക്കെ അങ്ങ് തുറക്കാൻ തുടങ്ങി. ഈവൻ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എനിക്കൊരിക്കലും ഒരു അർഹതപ്പെട്ട ഒരു സീറ്റ് അല്ല എനിക്ക് കിട്ടിയത്. അതും അമ്മയുടെ ഭയങ്കര ഇടപെടലായിരുന്നു. കാരണം ആ ഒരു അഡ്മിഷന് പോയ സമയത്ത് പോലും എനിക്ക് വേണ്ടി പറഞ്ഞിരുന്ന സീറ്റ് മറ്റൊരാൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വരുമ്പോൾ ഞാൻ ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ 4-ാം രഹസ്യം ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് ആ ഒരു അഡ്മിഷനൊക്കെ നമുക്ക് ലഭിച്ചു തുടങ്ങിയത്. അതിനുശേഷം പഠനമൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ആ സമയങ്ങളിലൊക്കെ ഒത്തിരി പഠിക്കാനായിട്ട് മാതാവ് സഹായിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പരീക്ഷയുടെ കാലഘട്ടങ്ങളിലും ശുശ്രൂഷയ്ക്കൊക്കെ പോകും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും എക്സാമൊക്കെ വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം, അമ്മയെ സഹായിക്കണേ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആകുമ്പം ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മുടെ ഹോസ്റ്റലിലെ ചാപ്പലിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഇങ്ങനെ ചാപ്പലിൻ്റെ പുറകിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ പ്രചോദിപ്പിക്കുകയാണ്, ഇച്ചിരി മുമ്പോട്ട് കയറിയിരിക്കുക. അങ്ങനെ 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് കയറി നേരെ സക്രാരിയുടെ അടിയിലാണ് ചെന്നിരുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ ലൈറ്റ് ഇട്ട് അവിടെ ഇരുന്ന് പഠിക്കും. അവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 5 മണിക്കൂർ കൊണ്ടൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് കർത്താവ് പഠിപ്പിക്കും. അങ്ങനെ അമ്മ ഇങ്ങനെ സഹായിക്കാൻ തുടങ്ങി. അതുപോലെ ഞാൻ M.Techൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ സിഡാക്കിലാണ്. അവിടെ വെച്ച് ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് തിരിച്ചു കയറി പോകുന്ന വഴിക്ക് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അന്നിങ്ങനെ ട്രെയിൻ നോക്കി നിൽക്കുകയാണ്. ഒരു 6:30-ക്കാണ് ട്രെയിൻ. ഒരു 6:15 ആയപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുക്ക വന്നു. ഒരു വെള്ള സാരിയൊക്കെ എടുത്ത് കയ്യിലൊരു കൊന്തയൊക്കെ പിടിച്ചിട്ടുണ്ട്, കയ്യിലൊരു കവറും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ചിരിച്ചുകൊണ്ട് വന്നിങ്ങനെ ചോദിച്ചു, മോനെ എനിക്കൊരു 10 രൂപ തരും, 5 രൂപ തരുമോ, എനിക്കൊന്ന് കാപ്പി കുടിക്കാനാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ പോക്കറ്റ് നോക്കിയപ്പോൾ 5 രൂപ ഇല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ 10 രൂപയേ ഉള്ളൂ, അത് മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ 10 രൂപ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു, വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ അവിടെ എങ്ങും ഇല്ല. പക്ഷെ അന്ന് ഞാനൊരു ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു. കാരണം എനിക്കൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പേപ്പർ സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ ടൈറ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ട്രെയിനിൽ കയറി ഈ സംഭവം ഇങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് രണ്ട് നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ്
ശരിക്കും എനിക്കൊരു ടൈറ്റിൽ കിട്ടുന്നത്. അങ്ങനെ 2-3 കോൺഫറൻസിലൊക്കെ, ഇൻ്റർനാഷണൽ കോൺഫറൻസിലൊക്കെ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് അമ്മ സഹായിക്കുന്നു. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണേലും എക്സാമിൻ്റെ കാര്യത്തിലാണേലും, അതുപോലെ എനിക്ക് പരീക്ഷയൊക്കെ ആകാറാകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വിളിച്ച് പറയാറുണ്ട് എൻ്റെ പേരൻസിനോട് പ്രാർത്ഥിക്കണമെന്ന്. അവരുടെ ഒരു പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയാണ് എന്നെ ഇന്നും കൊണ്ട് നടത്തുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ 9:30 തൊട്ട് 12 വരെയാണ് എക്സാമെങ്കിൽ അവർ ആ 3 മണിക്കൂറും എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പരീക്ഷയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ മാതാവ് നൽകിയ ഒരു കാര്യമാണ്, തോന്നിപ്പിച്ച ഒരു കാര്യമാണ്, എക്സാം നടക്കുന്നതിൻ്റെ ഒരു 2 മാസം മുമ്പ് നന്നായിട്ടൊന്ന് ഒരുങ്ങി കുമ്പസാരിക്കും. അതിനുശേഷം സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. ഒറ്റ എക്സാം പോലും വിശുദ്ധ കുർബാന കൂടാതെ ഞാൻ എഴുതിയിട്ടില്ല അതിനുശേഷം. അങ്ങനെ ആ ബലിയർപ്പിച്ച വൈദികൻ്റെ പ്രാർത്ഥന വാങ്ങിക്കുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു ദിവസം ഈ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ, കൊന്തവല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോനോട് ഇങ്ങനെ പറയുകയാണ്, യു ഹാവ് ടു ടേക്ക് യുവർ പെൻസിൽ ആൻഡ് എറൈസർ ഫോർ ദ എക്സാം. ഞാൻ ഒരിക്കലും പെൻസിലും എറൈസർ എടുക്കാറില്ല എക്സാമിന്. അന്നിങ്ങനെ ഈശോ പറഞ്ഞതല്ലേ എന്ന് കരുതി ഞാൻ സ്റ്റോറിൽ ചെന്നൊരു പെൻസിലൊക്കെ വാങ്ങിച്ചു, ഒരു എറൈസറൊക്കെ വാങ്ങിച്ചു, എക്സാം ഹോളിൽ കയറി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചാൽ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ ഞാൻ കരഞ്ഞുപോയി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഡ്രോ ദ ഫിഗർ ഓൺലി വിത്ത് പെൻസിൽ. അതുപോലും പറഞ്ഞു തരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാതാവുണ്ട്. അവൻ കുരിശിൽ കിടന്ന് നൽകിയ ആ അമ്മ. എല്ലാ സാഹചര്യത്തിലും, ജീവിതത്തിന് ഏതൊക്കെ സാഹചര്യം എടുത്തുകൊള്ളട്ടെ, പഠനത്തിലായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ജോലി മേഖല, എവിടെ വെച്ചിട്ടാണേലും അമ്മയുടെ ആ ഒരു സാന്നിധ്യം അത് നമുക്ക് ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. അങ്ങനെ മാതാവ് നയിക്കാൻ തുടങ്ങി. അങ്ങനെ എംടെക്കിന് റാങ്കോട് കൂടി തന്നെ ആ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു. 5 പൈസ ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് പോലും ഒരു 10 ലക്ഷത്തിന് മുകളിൽ ചിലവാക്കേണ്ട ആ ഒരു എംടെക് കോഴ്സ്, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് തരുന്നു. പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. വലിയൊരു അനുഗ്രഹമായി അത് മാറ്റി. അത് അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ ശക്തിയാണ്. എംടെക് പഠനത്തിനെല്ലാം ശേഷം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനൊക്കെ മുമ്പ് ഞാൻ ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു മകളെ ജീവിത പങ്കാളിയായി ഒരുക്കി തരണമേ എന്ന്. പക്ഷേ അമ്മ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലൊരു മകളെ ഈശോ ജീവിത പങ്കാളിയായി അമ്മയുടെ പ്രാർത്ഥന മൂലം കൂട്ടിച്ചേർത്തു. നല്ല വിശുദ്ധിയും എളിമയും പ്രാർത്ഥനയൊക്കെയുള്ള ഒരു പെങ്കൊച്ചിനെ കൂട്ടിച്ചേർത്തു. എൻ്റെ വിവാഹത്തിന് ശേഷം ദൈവിക ശുശ്രൂഷയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് എനിക്ക് പൂനെക്ക് ഒരു ജോലിയൊക്കെ റെഡിയായി. അങ്ങനെ ഞാൻ പൂനെക്ക് പോയി. ഒരു ദിവസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു അനുഭവം, അതായത് ഒരു ദിവസം രാവിലെ ഞാൻ 8:45 ഇറങ്ങി. എനിക്ക് 9 മണിക്ക് പഞ്ച് ചെയ്യണം. അപ്പോൾ 8:45 ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീയുടെ സ്വരം ഞാനിങ്ങനെ കേൾക്കുകയാണ്, നീ രാവിലത്തെ സപ്ര പ്രാർത്ഥിച്ചിട്ട് പോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സമയമൊക്കെ നോക്കി. അപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോയി ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് കയറി. വീണ്ടും പറയുകയാണ്, നീ പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ കയറി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സപ്ര മുഴുവൻ പ്രാർത്ഥിച്ചെന്ന് രാവിലെ എനിക്ക് ഫുഡ് കഴിക്കാൻ സാധിച്ചില്ല. ഞാൻ ചെന്ന് പഞ്ച് ചെയ്ത് ഓഫീസിൽ കയറി. അന്ന് വേറൊരു കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനും എൻ്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറും കൂടി ഞങ്ങൾ വേറൊരു ഓഫീസ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ ഒരു വിമാൻ നഗർ എന്ന് പറയുന്ന വലിയൊരു ചൗക്കുണ്ട്. അവിടെ ഒരു സിഗ്നൽ വീണു. സിഗ്നൽ ബ്രേക്കായി. അതിനുശേഷം വണ്ടികളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളും പുറകിലിങ്ങനെ പോകുന്നു. അപ്പം അവൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ബൈക്കിൽ കയറിയാൽ 80-90 സ്പീഡിലാവും പോവുള്ളൂ. പക്ഷേ ഒന്നും അത്ര കൺട്രോളോടെ ഓടിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ അന്ന് സംഭവിച്ചത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ആരോ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരു 10-25 വണ്ടി പുറകെ ഇടിച്ചു. അതിൻ്റെ ബാക്കിൽ ഞാനും ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ എൻ്റെ മാർക്കറ്റിംഗ് മാനേജറും കൂടി കയറി ഒരു ഡസ്റ്ററിൻ്റെ ബാക്കിൽ ഇടിച്ചങ്ങ് കയറി. പക്ഷേ ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഞാനിങ്ങനെ തെറിച്ച് റോഡിൽ കൂടി ഉരുണ്ട് പോകുന്നുണ്ട്. ഒരു 10-20 ഉരുളിച്ച് കഴിഞ്ഞ് ഞാൻ എണീറ്റ് നോക്കി എൻ്റെ ദേഹത്തോട് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു ചെറിയൊരു പോറൽ പോലും ഇല്ല. പക്ഷേ ഞാൻ തിരിച്ച് ഓടി വന്ന് പ്രശാന്തിനെ നോക്കിയപ്പോൾ ഈ ഗാർഡെല്ലാം കൂടി കാലിൻ്റെ ഇടയ്ക്കൊക്കെ കുത്തിക്കയറി ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. എനിക്ക് 100% ഉറപ്പാണ് പരിശുദ്ധ അമ്മ അത് ഓർമ്മപ്പെടുത്തിയത്. സഭയുടെ പ്രാർത്ഥനകൾ അതിന് ശക്തിയുണ്ട്, യാമപ്രാർത്ഥനയ്ക്കൊക്കെ ശക്തിയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം സങ്കീർത്തനം 91 കോട്ട് ചെയ്താണ് നമ്മൾ അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ജോലിയുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഞാൻ ഇവിടെ മാനേജറായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു പക്ഷേ ഒത്തിരി ടെൻഷനോട് കൂടിയായിരിക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നാളെ ഇത്ര ലക്ഷം രൂപ വേണം, എവിടെ നിന്നായിരിക്കും ഒന്നും നമുക്കറിയില്ല. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും, കൊന്തയിൽ പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം എവിടെ നിന്നാണെന്ന് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ എവിടെ നിന്നൊക്കെയോ പൈസ വരുന്നു, ഒരു കാര്യത്തിനും ഒരു പങ്കും വരില്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു ചെക്കിലൊരു മിസ്റ്റേക്ക് കാണിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. അന്നെനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. കാരണം അത് ആ ഒരു ചെക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ബൗൺസായി വലിയൊരു കേസ് കെട്ടായേനെ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു മിസ്റ്റേക്കിനെ പോലും മാറ്റിമറിക്കുന്നു. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമാണ്. അതുപോലെ തന്നെ രാവിലെ ഇരുന്ന് കൊന്തയിൽ പ്രാർത്ഥിക്കും. ഓഫീസിൽ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ആളെ കാണാൻ പോകുമ്പോൾ അയാളോട് എന്ത് പറയണം,
എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഇന്നൊരു പ്രശ്നം നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും, അതെല്ലാം ഇങ്ങനെ മാതാവ് കൂട്ടി ചേർത്ത് തരുന്നു, പറഞ്ഞു തരുന്നു, ഇന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴേ പിന്നെ എൻ്റെ വൈഫ് ആദ്യത്തെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ദിവ്യകാരുണ്യത്തിൽ കൊന്തവല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈശോ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ എനിക്കൊരു വിഷമമുണ്ട്, നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ ചോദിച്ചു, ഇങ്ങേർക്ക് എന്തും വിഷമമാണല്ലോ, ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വിഷമിക്കാനായിട്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് സ്വപ്നം കാണാനൊരു കുഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ലോജിക്കില്ലാത്ത കാര്യമൊന്നും പറയരുത്, ലോകത്താകെ 700 കോടി ജനങ്ങളുണ്ട്, ഇങ്ങേർക്ക് സ്വപ്നം കാണാൻ കുഞ്ഞില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവിടെ ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ ഇങ്ങനെ മാതാവ് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, ഇല്ല, എനിക്കൊരു കുഞ്ഞില്ല, എല്ലാം മാതാപിതാക്കളുടെ സ്വപ്നപ്രകാരമാണ് ജനിക്കുന്നത്. അവർ വയറ്റിൽ വെച്ച് തന്നെ അറിയും ആണാണോ പെണ്ണാണോ, എന്നിട്ട് ജനിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം വളർത്തുവാണ്. എനിക്ക് സ്വപ്നം കാണാൻ കുഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും പറ്റുന്നില്ല, നീ അങ്ങനെ ആവരുത്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, മോളെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ ജനിക്കാൻ പോകുന്ന ഇവനെ, അന്ന് എൻ്റെ വായിന്നെന്തോ ഇവനെന്ന് വന്നു, അന്ന് എനിക്കറിയാം ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണ്, ഇവനെ കർത്താവിന് സ്വപ്നം കാണാൻ കൊടുത്താൽ മതി. എന്നിട്ട് ഞങ്ങൾ എന്നും കിടക്കാൻ നേരത്ത് വൈഫിൻ്റെ വയറ്റിൽ ഞാനും വൈഫും കൂടി കൈ വെച്ചിട്ട് മാതാവിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിക്കും. എനിക്ക് മനസ്സിലായത് ബൈബിളിലെ ഏറ്റവും വലിയൊരു ശക്തമായ ഒരു ഡെലിവറൻസിൻ്റെ ഒരു പ്രയറാണ് മാതാവിൻ്റെ സ്തോത്രഗീതം എന്ന് പറയുന്നത്. ഞങ്ങളൊരു 7 പ്രാവശ്യമൊക്കെ മാതാവിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പിന്നെ കർത്താവേ അങ്ങേക്ക് സ്വപ്നം കാണാൻ വേണ്ടി കുഞ്ഞിനെ സമർപ്പിക്കുന്നു. പ്രഗ്നൻസിയുടെ സ്റ്റേജിലൊക്കെ എൻ്റെ വൈഫിന് ഭയങ്കര വോമിറ്റിങ്ങാണ്, ഒന്നും കഴിക്കാൻ പറ്റില്ല, വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല, മരുന്ന് കുടിക്കുമ്പോൾ പോലും അപ്പോഴേ അത് വോമിറ്റ് ചെയ്യും. അങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് ആ ഒരു സ്റ്റേജിലായിരുന്നു. അങ്ങനെ ഒരു 7-ാം മാസമൊക്കെ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വേണ്ട തൂക്കത്തിൻ്റെ പകുതിക്കും താഴെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾ ഒത്തിരി നന്നായിട്ട് നോക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു 9 മാസവും 9 ദിവസവും ഇത് തന്നെ. അങ്ങനെ 2015 ജനുവരി 5-ാം തീയതിയാണ് അവൻ ജനിക്കുന്നത്. അന്ന് രാവിലെ ഒരു 8:30 ലേബർ റൂമിൽ കയറ്റി. അവൻ ജനിക്കുന്നത് 11-13 നോർമൽ ഡെലിവറിയാണ്. പക്ഷേ അവൻ ജനിച്ച് പുറത്തോട്ട് വന്നപ്പോൾ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ തൂക്കം 3,400 ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ യേശു നൽകിയ ഒരു വെളിപ്പെടുത്തലാണ്, എനിക്ക് സ്വപ്നം കാണാൻ വേണ്ടി നീ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതാ, നിങ്ങളൊരു കുഞ്ഞിനെ ജനിപ്പിച്ചതാ. ഈശോയ്ക്ക് സ്വപ്നം കൊടുത്ത ആ കുഞ്ഞിൻ്റെ തൂക്കം കുറയാൻ ഒരിക്കലും ഈശോ സമ്മതിക്കില്ല. അവനിന്ന് മിടുക്കനായിട്ട് വരുന്നു. ഇന്ന് 3 വയസ്സോളമായി അവൻ ആദ്യം പറഞ്ഞ വേർഡ് പോലും ഈശോപ്പാണെന്ന്. നല്ലൊരു കൃപയിലാണ് അവനും വളർന്നു വരുന്നത്. ഈശോയ്ക്ക് സ്വപ്നം, നമ്മുടെയും കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഈശോയുടെ സാന്നിധ്യത്തിൽ ഈശോ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഈശോയ്ക്ക് സ്വപ്നം കാണാൻ കൊടുക്കാം. അങ്ങനെ ഈശോ സ്വപ്നം കാണട്ടെ. അടുത്തൊരു തലമുറ ഈശോ സ്വപ്നം കാണുന്ന ഒരു തലമുറയായി വാർത്തെടുക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുടനീളം അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനും അതുപോലെ തന്നെ കർത്താവിൽ നിന്ന് ഓരോ കാര്യങ്ങൾ സ്വീകരിക്കാനൊക്കെ അമ്മ ഒരുക്കിയെടുത്തിട്ടുണ്ട്. 1-2 അനുഭവം. എനിക്കൊരു സിസ്റ്ററിനെ അറിയാം. സിസ്റ്ററിന് തമിഴാണ്, പഞ്ചക്ഷതങ്ങൾ, ബൈലൊക്കേഷൻ, അങ്ങനെ അസാധാരണമായ കൃപയുള്ളൊരു സിസ്റ്ററാണ്. ഒരിക്കൽ ഞാൻ സിസ്റ്ററിനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വെള്ളിയാഴ്ച ഞാനവിടെ വൈകിട്ട് ചെന്നു. അന്നപ്പോൾ കൂടെയുള്ളൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അന്ന് സിസ്റ്ററിനെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല, കാരണം ഇങ്ങനെ പഞ്ചക്ഷതങ്ങളൊക്കെ ആയി ഇരിക്കുകയാണ്, എങ്കിലും നീ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചോളാം വന്നു. അപ്പോൾ ഞാൻ ചാപ്പലിരുന്ന് ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഒരു 3-ാം രഹസ്യം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഒന്ന് പറഞ്ഞു, മോളോട്ട് വിളിക്കുന്നുണ്ട്. ഞാനപ്പോൾ ആ സ്റ്റെയർ കയറി മോളിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു ലോണാണ്. അങ്ങേ അറ്റത്തെ റൂമിൽ നിന്ന് സിസ്റ്റർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടു. ഒരു അസാധാരണമായ ഒരു സുഗന്ധം വീശാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു പെർഫ്യൂമൊന്നും വേൾഡിലില്ല. ഒരു 10-100 പെർഫ്യൂമിൻ്റെയൊക്കെ ബോട്ടിൽ ഒരുമിച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സുഗന്ധം. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. നമ്മൾ ഹൃദയം പൊട്ടി കരയാൻ തുടങ്ങും. അത് നമ്മുടെ സകല കൺട്രോളും വിട്ട് ഞാൻ കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം സിസ്റ്റർ ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ മുട്ടുകുത്തി. എനിക്ക് നന്നായിട്ട് തമിഴ് അറിയാം. അപ്പോൾ ഞാൻ തമിഴിൽ പറഞ്ഞു, സിസ്റ്റർ എൻ്റെ പേരിങ്ങനെയാണ്, ഞാൻ ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിലൂടെ വന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എനിക്കറിയാം, എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് നീ വന്നിട്ടുണ്ടെന്ന്, നിന്നെ കാണണമെന്ന്. പക്ഷെ അതും കൂടി കേട്ടപ്പോഴങ്ങ് ആകെ തകർന്നു പോയി. അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വ്യക്തിപരമായി അറിയാം എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. എങ്കിലും എൻ്റെ സ്വർഗത്തിലെ അമ്മ എന്നെ കാണുന്നുണ്ട്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് നിലത്ത് വീണിട്ട് ഞാൻ എണീറ്റ് ആ കാലിലെ മുറിവൊക്കെ ഞാൻ കണ്ടു. പക്ഷേ എനിക്കൊന്ന് തൊടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ടൊന്നും കൈ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഒരു തീ കനലിനകത്തോട്ട് കൈ കയറ്റിയ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം ഒത്തിരി വൈദികരൊക്കെ ആയിട്ട് ഞാൻ കൂടെ സിസ്റ്ററിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടെ ചെന്ന് ഇരിക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഒരു അമ്മയുടെ വലിയൊരു സാന്നിധ്യം എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അവിടെ ഇരുന്ന സിസ്റ്റർ നമ്മളെക്കുറിച്ചൊന്നും പറയില്ല, സിസ്റ്ററിനെക്കുറിച്ച് സിസ്റ്റർ ഒട്ടും പറയില്ല. പക്ഷേ നമ്മളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോഴേ നമ്മൾ വേറൊരു വ്യക്തിയാണ്.
അങ്ങനെ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം സിസ്റ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു, അമ്മ വരുന്നു, നിങ്ങൾ മുട്ടുകുത്താൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ശരിക്കും എൻ്റെ നേക്കഡ് ആയിക്കൊണ്ട് ഞാൻ മാതാവിനെ കണ്ടില്ല, പക്ഷേ ഒരു റിയൽ പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്തു. ആ സമയത്ത് പതുക്കെ ഒന്ന് മുട്ടുകുത്തി ഒരു വല്ലാത്തൊരു അനുതാപത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അനുഭവം. അനുതാപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആഴത്തിലുള്ള ഒരു പശ്ചാത്താപത്തിലേക്കൊക്കെ നയിക്കപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് സിസ്റ്ററിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന കണ്ടു. ഞങ്ങളുടെ കൂടെ ഒരു വൈദികനുണ്ട്, വൈദികൻ്റെ കയ്യിൽ പിടിച്ച സിസ്റ്റർ പതുക്കെ ഒന്ന് മുട്ടുകുത്തി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് സിസ്റ്റർ വാ തുറന്നപ്പോൾ അകത്ത് വിശുദ്ധ കുർബാന. ശരിക്കും അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ സകല കൺട്രോളും പോയി. ഈ ചക്ക വെട്ടിയിടുന്ന പോലെ പുത്തകം താഴെ വീണു. അതിനുശേഷം എണീറ്റിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല, ആകെ പിടിവിട്ട് പോകുന്ന ഒരു അനുഭവമായിരുന്നു. ശരിക്കും വല്ലാത്തൊരു അനുതാപത്തിലോട്ട് നയിക്കപ്പെടുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഒരു ആഴത്തിലാവാം പൗലോസൊക്കെ വിളിച്ചു കയറിയത് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകുന്നു. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ആദ്യമൊക്കെ തുടങ്ങിയ കാലം തൊട്ട് നല്ലൊരു അഹങ്കാരത്തിൻ്റെ ഒരു ഉടമയായിരുന്നു ഞാനും. നന്നായിട്ട് അഹങ്കാരം ഉണ്ടായിരുന്നു. എല്ലാവരും വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ടോക്കൊക്കെ നല്ലതെന്ന് പറയുന്നു. അപ്പോഴൊക്കെ ഒത്തിരി അഹങ്കരിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു മൊമെൻറ്റിലാണ് എൻ്റെ ഉള്ളിലെ ഒരു ഞാനെന്ന സാധനം അടിച്ച് ഉടയപ്പെടുന്നത്. ഒന്നുമല്ല എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നത് ആ ഒരു സംഭവത്തോടു കൂടിയാണ്. അങ്ങനെ അതിനുശേഷം ഞാൻ പലപ്പോഴായിട്ട് വേളാങ്കണ്ണി പള്ളിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ നിർണായകമായ പല തീരുമാനങ്ങളും ഞാൻ എടുക്കുന്നത് വേളാങ്കണ്ണി പള്ളി വെച്ചിട്ടാണ്. അവിടെ ചെന്ന് അമ്മയുടെ സന്നിധിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. അവിടെ ഒരു ഫുൾ കൊന്തയൊക്കെ ചൊല്ലിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവിടെ ദിവ്യകാരുണ്യ ചാപ്പലുണ്ട്, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ വേണ്ട പല തീരുമാനങ്ങളും ഞാൻ എടുക്കുന്ന അവിടെ വെച്ചാണ്. ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ ആ ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് എൻ്റെ പുറകിൽ തട്ടി. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് എനിക്കറിയാം എൻ്റെ നേരെ സൈഡിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു വൈദികനായിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഈ അച്ഛനാണെന്നോ ഇത് എവിടുന്നാണ് വന്നേക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അച്ഛൻ വന്നിങ്ങനെ തോളിൽ തട്ടിയിട്ട് ഒന്ന് പുറത്തോട്ട് വരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് അച്ഛൻ ചോദിച്ചത് ജോർജ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, എനിക്ക് അച്ഛൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുകയാണ്, നീ ആരാണെന്നും എനിക്കറിയില്ല, പക്ഷേ അമ്മ നിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നു. അമ്മ എന്നോടൊരു മെസ്സേജ് പറഞ്ഞു, ഞാൻ നിന്നോടത് പറഞ്ഞോട്ടെ, നീ അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഉടനെ പറയുകയാണ്, നിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു തീ ഇട്ടിട്ടുണ്ട്, അത് കത്താൻ തുടങ്ങിയിട്ടുണ്ട്, അതിനെ ആരും കെടുത്തില്ല. അമ്മ അതെപ്പോഴും ഊതി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അമ്മയെ മുറുകെ പിടിച്ചോ, ശക്തമായിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോ, നിൻ്റെ ശുശ്രൂഷയുടെ വഴികളെല്ലാം കർത്താവ് തുറക്കാൻ പോവുകയാണെന്ന്. ശരിക്കും അതൊരു പ്രവചനമായിരുന്നു. ആ വൈദികൻ ആരാണെന്നോ എവിടുന്നാണ് വന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ശുശ്രൂഷകളൊക്കെ ദൈവം തുറക്കാൻ തുടങ്ങി. വൈദികരെ സന്യസ്തരുടെ ധ്യാനങ്ങളൊക്കെ കർത്താവ് തുറക്കാൻ തുടങ്ങി. നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഒരു കാലത്ത് ഒരു ഇംഗ്ലീഷ് പോലും അറിയാത്തൊരു മരമണ്ടനായിരുന്നു. ആ മരമണ്ടനായ എന്നെക്കൊണ്ട് ഇന്ന് വൈദികർക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ധ്യാനങ്ങളിലൊക്കെ കർത്താവ് സെഷൻ എടുക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ശുശ്രൂഷയൊക്കെ തുറക്കുന്നു. ഒരു 1-to-1 മിനിസ്ട്രി. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒരു പാവിയും ബലഹീനനും അഹങ്കാരിയുമായ എന്നെക്കൊണ്ട് കർത്താവ് എന്തൊക്കെയോ ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ മാതാവ് ഇങ്ങനെ പറയും, നീ ശുശ്രൂഷയൊക്കെ നിർത്തി 3 ദിവസത്തേക്ക് ഒന്ന് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാൻ പറയും. അപ്പോൾ അവിടെ ചെന്നിരുന്ന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, ഈശോയുടെ സന്നിധിയിൽ തന്നെ ഇരിക്കും. അടുത്തൊരു ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു കൃപാവരത്തിലേക്കൊക്കെ നയിക്കപ്പെടാനൊക്കെ അമ്മ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോ ശുശ്രൂഷ തുടങ്ങുമ്പോഴും ധ്യാനങ്ങൾ തുടങ്ങുമ്പോഴും എൻ്റെ പപ്പായും അമ്മയും വിളിക്കും, അവരെനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും, അമ്മയുടെ സാന്നിധ്യത്തിൽ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെയൊക്കെ ശക്തി. അങ്ങനെ ശുശ്രൂഷ ജീവിതമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഈ അഹങ്കാരം എന്ന ചിന്ത, ഞാനെന്ന ഭാവം അടിച്ചുടയപ്പെടാൻ വേണ്ടി അമ്മയുടെ കൈക്ക് നമുക്ക് മുറുകെ പിടിക്കാം. അമ്മ നമ്മളെ സഹായിക്കും. കാരണം അത് ഉടയപ്പെട്ടാൽ മാത്രമേ വീണാൽ ഉടഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തെ കൊണ്ട് കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. ജോലിയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ വൈഫ് രണ്ടാമതും വീണ്ടും പ്രഗ്നൻ്റായി. ആ കുഞ്ഞ് പ്രഗ്നൻസിയുടെ സമയത്ത് കുഞ്ഞ് ജനിക്കുന്നതിന് ഒരു 4 മാസം മുമ്പ് ഒരു ദിവസം ഇങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചെല്ലായിരുന്നു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നിനക്ക് അടുത്തത് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണ്. ഈ കുഞ്ഞിന് നീ എൻ്റെ അമ്മയുടെയും അമ്മയുടെയും പേരിടണം. അവൾക്ക് ഞാൻ പേരിട്ടത് ഹന്ന മരിയ എന്നാണ്. ഹന്ന എന്ന് പറയുന്നത് മാതാവിൻ്റെ അമ്മയുടെ പേരാണ്, മരിയ മാതാവിൻ്റെ പേരും. അങ്ങനെയാണ് ഹന്ന മരിയ എന്ന് അവൾക്ക് പേരിടുന്നത്. കർത്താവ് തന്ന പേരാണ്. അതിനുശേഷം കർത്താവ് പറയുന്നു, ഈ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി നിൻ്റെ വഴികളെല്ലാം ഞാൻ തുറക്കും. ആ കുഞ്ഞിൻ്റെ ജനനം തന്നെ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ഒരു ഡിസംബർ 20-ാം തീയതി ആ ഒരു സമയത്താണ് ഡേറ്റ് ശരിക്കും ആവുന്നത്. പക്ഷേ
ആ കുഞ്ഞ് ജനിച്ചത് ഡിസംബർ 8-നാണ്. അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്നാണ്. അന്ന് തന്നെ ആ കുഞ്ഞ് ജനിക്കുന്നു. അന്ന് കർത്താവ് പറഞ്ഞു, നിൻ്റെ വഴികളെല്ലാം ഞാൻ തുറക്കും. അതിന് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന വേറൊരു കമ്പനിയിലാണ്. അവിടെ ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ല, വലിയൊരു ടൈറ്റാണ്. അങ്ങനെ ശുശ്രൂഷയൊക്കെ നിന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അന്ന് ഒത്തിരി ഓടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചതിൻ്റെ അന്നാണ് IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ മാനേജറായിട്ട് പോസ്റ്റിങ്ങിന് വേണ്ടി ഓഫർ ലെറ്റർ കിട്ടുന്നത്. അവിടെ 20 ദിവസം വർക്ക് ചെയ്താൽ മതി, ബാക്കി 10 ദിവസം ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം. അങ്ങനെ ദൈവം ഒരുക്കി തന്നു. അതിനുശേഷം കർത്താവ് തന്ന മെസ്സേജ്, നിൻ്റെ അഭിഷേകം ഞാൻ ഇരട്ടിയാക്കും, അതും പറഞ്ഞായിരുന്നു. അതുപടി തന്നെ സംഭവിക്കുന്നുണ്ട്. കാരണം അതിനുശേഷം ഒട്ടും യോഗ്യതയില്ലാതിരുന്നിട്ടും കർത്താവ് എവിടേക്കോ കൊണ്ട് നിർത്തുന്നു. വൈദികരുടെ മുമ്പിലും പിതാക്കന്മാരുടെ മുമ്പിലൊക്കെ കർത്താവ് കൊണ്ട് നിർത്തുന്നു. അങ്ങനെ വലിയൊരു അനുഗ്രഹമാണ്. എന്നിട്ട് ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മൂത്തവനെയും ഇളയവിളയും കൊണ്ടുപോയി വേളാങ്കണ്ണി പള്ളിയിൽ മുട്ടയടിച്ചേക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വേളാങ്കണ്ണി പള്ളിയിൽ ചെന്നു. അവൾക്കൊരു 6 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ദിണ്ടുക്കൽ എന്ന സ്ഥലത്ത് വാടിപ്പെട്ടി എന്ന മാതാവിൻ്റെ ഒരു ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കാൻ കയറി. അവിടെ കയറിയപ്പോഴേ എനിക്കും ബിൻസിക്കും ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഇങ്ങനെ തോന്നി, നിലത്ത് കിടന്ന് 2-3 പൂവൊക്കെ എടുക്കണമെന്ന്. അതിനുശേഷം ഇങ്ങനെ വിചാരിച്ചു അത് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടതായിരിക്കും എന്നൊക്കെ കരുതി നേരെ ചെന്നു. ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ അത്ഭുതകരമായ ഒരു നീരുറവയൊക്കെ വരുന്ന ഒരു പള്ളിയാണ്. അപ്പം അവിടെ ചെന്നു ഇങ്ങനെ അതിൻ്റെ ചില്ല തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ എൻ്റെ കയ്യിൽ മോനിരിക്കുകയാണ്. ഞാൻ അവനെ കൊണ്ടുപോയി അവൻ്റെ കൈ എടുത്ത് ചില്ല വെച്ച് പ്രാർത്ഥിപ്പിച്ചു. അതിനുശേഷം എൻ്റെ വൈഫിൻ്റെ കയ്യിലാണ് മോളിരിക്കുന്നത്. അപ്പം അവളെയും കൊണ്ടുപോയി കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ എടുത്ത്, അന്ന് നമുക്ക് 6 മാസമേ ഉള്ളൂ, കുഞ്ഞിൻ്റെ കൈ എടുത്ത് ചില്ല വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ദേവാലയത്തിന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ, ഹന്നയുടെ കയ്യിൽ ഒരു റോസപ്പൂ, ഒരു ഞെട്ടോട് കൂടിയ ഒരു ഫുൾ റോസപ്പൂ, ഒരു എതള് പോലും അതിനകത്തുനിന്ന് പൊഴിഞ്ഞിട്ടില്ല. അത് ഉറപ്പാണ്, അത് അമ്മ കൊടുത്ത ഒരു പൂവാണ്. അതിപ്പോഴും പ്രാർത്ഥനാ റൂമിൽ ഇരിപ്പുണ്ട്. അതിനുശേഷം ശക്തമായിട്ട് അമ്മയെ വിളിച്ച് മാധ്യസ്ഥം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം പ്രഭാതത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുർബാനയിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് ശുശ്രൂഷകളൊക്കെ വഴിയൊക്കെ തുറക്കുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിലെ മറ്റ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഓരോ സഹനത്തിലൂടെയൊക്കെ കടത്തി വിടുമ്പോൾ ഇതെന്തിനാ സഹിക്കുന്നത്, എന്തിനാ സഹിക്കേണ്ടി വരുന്നത് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ഓരോ സഹനം അനുവദിക്കുന്നതിന് മുമ്പ് അത് സഹിക്കാനുള്ള വലിയൊരു കരുത്തിലേക്ക് അമ്മ മാറ്റാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ കുഞ്ഞ് അന്ന് 2ാമത്തെ മോളുണ്ടായിട്ടില്ല. എൻ്റെ മോന് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മോനും ഞാനും എൻ്റെ അമ്മയും എൻ്റെ വൈഫ് ബിൻസിയും കൂടെ ഉണ്ട്. ഞങ്ങളൊരു മലയുടെ മുകളിലേക്ക് കയറച്ചിലാണ്. മലയുടെ മുകളിലൊരു വിശുദ്ധൻ്റെ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറച്ചില്ല. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവനിങ്ങനെ കളിക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞ് ഓടിച്ചാടി കളിക്കുന്നു. കുറേ നേരം കഴിഞ്ഞ് ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നാരോയാണ്, വഴി ഭയങ്കര ഒത്തിരി ചെറുതാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അവരോട്, നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ജോ എന്നാണ് എൻ്റെ മോൻ്റെ പേര്, ജോസഫിൻ്റെ ഷോർട്ട് നെയിമാണ്. അപ്പോൾ ജോയെ നോക്കിക്കോണം, ജോക്കുട്ടനെ നോക്കിക്കോണം. അവനിങ്ങനെ ഓടി അപ്പാന്ന് വിളിച്ചുകൊണ്ട് വരും, അവനെ പിടിച്ചോണം. അങ്ങനെ അവൻ കുറേ ഇങ്ങനെ ഓടി വന്നു, ഇവരിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ കുഴിമാടത്ത് നിന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാനൊരു വിഷൻ ഇങ്ങനെ കാണുകയാണ്. ഒരു ഭയങ്കര ഒരു സത്വം, ഒരു പിശാചിനെ പോലൊരു സത്വം എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വിഴുങ്ങാനായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു സ്ത്രീയുടെ സ്വരം കേൾക്കുകയാണ്. അതിങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, നിൻ്റെ മകനെ എൻ്റെ മകന് സ്വപ്നം കാണാൻ നീ കൊടുത്തതാണ്, അതുകൊണ്ട് നീ അവന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു സ്വരം. ഞാനങ്ങ് ഭയന്നു പോയി. അത് പരിശുദ്ധ അമ്മയുടെ സ്വരമായിരുന്നു. നിൻ്റെ മകനെ എൻ്റെ മകന് സ്വപ്നം കാണാൻ വേണ്ടി കൊടുത്തതാണ്, അവന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിച്ച് സംരക്ഷണത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മിക്കാലിനെ വിളിക്കാൻ തുടങ്ങി, യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഭീകര സത്വം ഇങ്ങനെ കാർക്കൊണ്ട് തിരിച്ച് ഓടുന്ന കണ്ടു. ശാന്തമായി. അപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളുപ്പിൻ്റെ 4 മണിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റു. ഞാൻ വൈഫിനെ വിളിച്ചിട്ട്, ബിൻസി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനൊരു സ്വപ്നം കണ്ടു, എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു, നീ ഏതായാലും ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു. ഒരു സഹനം അനുവദിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ നമ്മളെ ഒരുക്കി എടുക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വൈകിട്ട് ഒരു 6 മണി ആയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇങ്ങനെ ഒരു ചൂടുവെള്ളം കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു, നീ പെട്ടെന്ന് പോരാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അന്ന് ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരപ്പുഴ വരെ വരണം. അപ്പം ഞാൻ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് അന്ന് എന്നില്ലാത്തൊരു ബ്ലോക്ക്, അങ്ങോട്ട് കടന്ന് ചെല്ലാൻ പറ്റുന്നില്ല, അതുപോലെ ഒരു ബ്ലോക്ക്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ കാണുന്നത് കുഞ്ഞിൻ്റെ ഈ കഴുത്ത് മുതൽ ഈ താഴെ അടിവയർ വരെ കംപ്ലീറ്റ് പൊള്ളി നാശമായി. അപ്പം ഗ്യാസിൻ്റെ പുറത്ത് കാപ്പി തിളപ്പിച്ച് വെച്ചിരുന്നു. ഇവനെ കൈ എത്തില്ല, കാരണം 1 വയസ്സായിട്ടുള്ളൂ. അതെങ്ങനെ എത്തിയെന്നൊന്നും അറിയില്ല. അതിങ്ങനെ മറിച്ച് ദേഹത്തോട്ടിട്ടു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ വൈഫ് പറഞ്ഞത് അവൻ്റെ തലയിൽ കൂടിയാണ് വീണത്. പക്ഷേ തലയിലോ മുഖത്തെങ്ങും ഒരു പൊള്ളൽ പോലുമില്ല, കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് പൊള്ളി. അങ്ങനെ വല്ലാത്ത, പക്ഷേ ആ ഒരു സംഭവം നമുക്കാണെങ്കിൽ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് അമ്മ നമ്മളെ ഒരുക്കുക. നേരത്തെ ഒരു സഹനം അനുവദിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ ഒരുക്കുക. പിന്നെ ഈശോ ഒരു ദിവസം പറഞ്ഞു, മോനെ, എല്ലാ സഹനങ്ങൾ ഞാൻ അനുവദിക്കുന്ന സഹനങ്ങളല്ല, അത് നീ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഏതാണെന്ന് നീ മനസ്സിലാക്കണം. നീ എൻ്റെ വഴിക്ക് വരുമ്പോൾ മാത്രം നിനക്ക് സഹനങ്ങൾ ഞാൻ അനുവദിക്കപ്പെടുകയുള്ളൂ. അതിനെ കൃപാവരത്തിലേക്ക്
വളർത്താൻ വേണ്ടിയാണ്. അന്ന് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം അടുത്ത ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപാവരത്തിലേക്കാണ് ആ ഒരു സഹനത്തിൻ്റെ പീരീഡ്. ഒരു ദിവസം ഒരു പലകയ്ക്കകത്ത് ഈശോ ഇങ്ങനെ എഴുതി കാണിച്ചു, സഫറിംഗ് എന്നിട്ടിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഇങ്ങനെ എഴുതി കാണിച്ചു, ഇറ്റ്സ് എ കംഫർട്ട് സോൺ ബിറ്റ്വീൻ യു ആൻഡ് മീ ഓൺലി. അതൊരു സുരക്ഷാ കേന്ദ്രമാണ്. അത് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സുരക്ഷാ കേന്ദ്രമാണ്. ആ ഒരു സഹനത്തിൻ്റെ സമയത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല. ഒരുപക്ഷെ ജീവിത പങ്കാളി പോലും, മക്കൾ പോലും, മാതാപിതാക്കളോ ഗുരുക്കന്മാരോ ആരും ഉണ്ടാവില്ല. ഞാനും ഈശോയും പരിശുദ്ധ അമ്മയും മാത്രം. ആ ഒരു സമയത്ത് അമ്മയോട് ചേർന്ന് ഈശോയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ശക്തിപ്പെടേണ്ടതാണ്. കാരണം അടുത്തൊരു ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപാവരത്തിലേക്ക് നമ്മൾ നീക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ തോന്നിപ്പിച്ച ഒരു കാര്യം ഇതാണ്, മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അപ്പം ഞാനിങ്ങനെ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ, ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ, അതുപോലെ ബസ്സിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലർക്കും വേണ്ടി ഇങ്ങനെ മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈശോ ഇങ്ങനെ ഒത്തിരി യുവജനങ്ങളെ കൊണ്ടുതരും ഫ്രണ്ടിൽ. ആ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗപ്പെടുത്തും. അതുപോലെ വൈദികർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വൈദികരെ കൊണ്ടുതരുന്നു. അമ്മയോട് ചേർന്ന് സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സിനെ കൊണ്ടുതരുന്നു. അതുപോലെ കുടുംബജീവിതക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബജീവിതക്കാരെ കൊണ്ടുതരുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ കൊണ്ടുതരുന്നു. അങ്ങനെ അമ്മ ഓരോ ദിവസം അനുദിനം നയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, പഠന മേഖലയിലായിക്കൊള്ളട്ടെ, കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളിലായിക്കൊള്ളട്ടെ, അമ്മ നമ്മളെ താങ്ങും, സഹായിക്കും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധിയുടെ നിറകുടമേ, മരണം വരെ വിശുദ്ധി കാത്തവളെ, ഞങ്ങൾക്കൊക്കെ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്ത് ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കണം, അതുപോലെ മുമ്പോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അതിനൊക്കെയുള്ള ഒരു ഗൈഡൻസ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. എന്ത് ശുശ്രൂഷ ചെയ്യണം, ഇനി ഒരു ശുശ്രൂഷ വരുമ്പോൾ പോലും അത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന ബസ്സിൽ കയറണോ വേണ്ടയോ, ഇന്ന വഴിക്ക് പോകണോ അതോ ഈ വഴിക്ക് പോകണോ, ഇന്ന ഡ്രസ്സ് ഇടണോ, ഇതെല്ലാം അമ്മ പറഞ്ഞു തരാറുണ്ട്. എൻ്റെ മാത്രം ജീവിതത്തിലല്ല, എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ പോലും അങ്ങനെ ഒരു വലിയൊരു ഇൻസിഡൻറ്റിന് സാക്ഷിയാണ്. കാരണം എൻ്റെ പെങ്ങളുടെ വിവാഹമൊക്കെ ഏകദേശം ഉറപ്പിച്ചിരുന്ന ഒരു സമയമാണ്. അവൾ നേഴ്സിംഗ് പഠനമൊക്കെ പൂർത്തീകരിച്ച് 4-5 വർഷം നേഴ്സായിട്ട് ജോലി ചെയ്തു. പിന്നെ വിവാഹമൊക്കെ ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ പെങ്ങളുടെ കഴുത്തിന് മേളോട്ട് മൊത്തം ഇങ്ങനെ കുരുകുരുവായിട്ട് വന്ന് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ പൊട്ടി പഴുത്ത് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നു. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുന്നു, ഒത്തിരി മരുന്നൊക്കെ ചെയ്യുന്നു, പക്ഷേ കുറയുന്നില്ല. ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. പിന്നെ ഒരു ദിവസം ഞാനും എൻ്റെ ആത്മീയ പിതാവും കൂടി വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കുഞ്ഞിനൊരു കല്യാണം വന്നിട്ടുണ്ട്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് അച്ഛൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ 4 പേരെ 4 രീതിക്കാണ് കർത്താവ് വിളിച്ചേക്കുന്നത്, അത് 4 പ്രത്യേക ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. അവളുടെ കാര്യം അവളാ തീരുമാനിക്കണ്ടേ. അവളോട് വിശുദ്ധ കുർബാനയിലിരുന്ന് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ, ഒരു 15 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ. അതിനുശേഷം അവൾ പറയുന്ന ഒരു തീരുമാനം കർത്താവിൻ്റെ തീരുമാനമാണ്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഈ കല്യാണം എനിക്ക് വേണ്ട. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി കല്യാണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട. ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കിനി വിവാഹം വേണ്ട, ഞാൻ കർത്താവിന് വേണ്ടി ഒരു സന്യാസിയാവാൻ പോകും. ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, നീ വീട്ടിൽ കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഞാൻ ശക്തമായിട്ട് അങ്ങ് എതിർത്തു. കാരണം ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. എനിക്ക് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവണമെന്നൊരു പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം എനിക്കതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഇനി എൻ്റെ പപ്പായും മമ്മിയുടെയും കാലശേഷം എനിക്കെന്നും പറഞ്ഞ് കയറി ചെല്ലാനൊരു സ്ഥലം, എൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് എൻ്റെ പെങ്ങൾ മാത്രമേ ഉള്ളൂ. അവളിപ്പം സിസ്റ്റർ ആകുമ്പോൾ കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത്, ഞാൻ നടക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ അവൾ പിന്നെ പെട്ടെന്നൊരു ഉപവാസമൊക്കെ പ്രഖ്യാപിച്ചു വീട്ടിൽ. അതിന് പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കില്ല. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. എൻ്റെ വേറൊരു ആത്മീയ പിതാവുണ്ട്. ആ അച്ഛൻ ഒരു ദിവസം പപ്പായ്ക്ക് കുർബാനയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ വൈദികനോട് പറഞ്ഞു, ഇവൾക്ക് സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവളെ പ്രാർത്ഥനാ റൂമിലേക്ക് വിളിച്ചു. അവളുടെ തലയിലേക്ക് അച്ഛൻ നിന്ന് കൈ വെച്ച ഉടനെ പെട്ടെന്ന് ഇങ്ങനെ അച്ഛൻ ഞെട്ടി കൈ എടുത്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ ഉറാലേക്ക് ഊരി പാക്ക് ചെയ്ത് അച്ഛൻ വണ്ടി കയറി. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, അച്ഛൻ എന്താ ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. ഉടനെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവളുടെ തലയിൽ കൈവച്ചപ്പോൾ ഈശോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ കൃപയാൽ കൊടുത്തത് നീ ആരാ പ്രാർത്ഥിച്ച് മാറ്റാൻ. അപ്പോഴത് ഉറപ്പിച്ചു, അത് ദൈവവിളി തന്നെയാണ്. അതിനുശേഷം ഞാൻ പിതാവിൻ്റെ ഒക്കെ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് കുമ്പസാരിപ്പിച്ചു. അങ്ങനെ അവൾ ഇന്ന് ഒരു മിണ്ടാമഠത്തിൽ ഒരു കർത്താവിൻ്റെ സന്യാസിയായി ജീവിക്കുന്നു. അവളുടെ ഒരു ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കാൻ പോലും പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിലാണ് അവൾക്ക് അത് ഇടയായത്. അങ്ങനെ നമ്മുടെ ആണെങ്കിലും ഓരോ ജീവിതത്തിൽ എന്ത് ചെയ്യണം, നാളെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഈശോയോട് ചോദിക്കാൻ, അമ്മയോട് ചേർന്നിട്ട് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന് ഉത്തരം ലഭിച്ചു തുടങ്ങും. അതുപോലെ തന്നെ അമ്മയോട് ചേർന്നിരുന്ന് കർത്താവിനോട് ചോദിക്കുമ്പോഴാണ് അത് വ്യക്തമാകുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ പഴയ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പിശാച് സ്പർശിക്കാത്ത 1-2 വ്യക്തികൾ മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഈശോയിൽ തന്നെ നിന്നാണോ എന്ന് നമുക്ക് വ്യക്തമാകണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ഈശോ തരുന്നതാണ്. അങ്ങനെ നമുക്കത് തിരിച്ചറിയാം. അങ്ങനെ നമ്മുടെ ഒരു ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കാനൊക്കെ അമ്മ നമ്മളെ സഹായിക്കുന്നതാണ്.